ഈ വിവരങ്ങൾ പിന്നീട് വിശകലനം ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അപകട സന്ദർഭം പിന്നീട് പുനരാവിഷ്കരിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു. ഏറ്റവും പ്രധാനം ഡേറ്റ വീണ്ടെടുക്കാൻ ദിവസങ്ങളോളം നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ നമുക്ക് കാത്തിരിക്കേണ്ടി വരാം. കുറഞ്ഞത് ഒരു 20 ദിവസത്തെ കാലതാമസമെങ്കിലും ഇത്തരത്തിൽ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടക്കേണ്ടതുണ്ട്. കാരണം ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ ഉടനെ അതിനുള്ളിലുള്ള ഡേറ്റകൾ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കടത്തേണ്ടതുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായുള്ള പ്രോസസ്സുകളാണ് നടക്കാനിരിക്കുന്നത്. നമുക്കറിയാം ഓരോ കാര്യത്തിനും അതിൻ്റെതായ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ കാരണം അറിയാൻ ആഴ്ചകളോ മാസങ്ങളോ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ കാരണം കണ്ടെത്തിയാൽ തന്നെ പിന്നീട് ഇത് സമഗ്രമായി അപഗ്രഥിക്കേണ്ടതുണ്ട്, പുനരാവിഷ്കരിക്കേണ്ടതുണ്ട്. പിന്നീട് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായൊരു റിപ്പോർട്ട് ലഭിക്കാൻ, എങ്ങനെ ഈ ഒരു അപകടം സംഭവിച്ചു എന്നതൊക്കെ അറിയാനുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കാൻ, കൃത്യമായി അറിയാൻ വീണ്ടും മാസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം തന്നെ വേണ്ടിവരും. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ബോക്സിന്റെ അവസ്ഥ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ പറയുകയുണ്ടായി, പല തരത്തിലുള്ള ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കഴിവ്, അത്തരത്തിലുള്ള ഒരു ലോഹനിർമ്മിതമായ ഉപകരണമാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും എങ്ങനെയായിരിക്കും, ഇന്നലെ ഇപ്പോൾ വലിയ പൊട്ടിത്തെറിയും തീപിടുത്തവും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ബ്ലാക്ക് ബോക്സ് ലഭിക്കുമ്പോൾ അതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഈ സാരമായ കേടുപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊരു സാഹചര്യത്തിലാണ് നിലവിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിലെ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് വീണ്ടും കൂടുതൽ ഈ ഡേറ്റകളൊക്കെ അത് അപഗ്രഥിക്കേണ്ടതുണ്ടല്ലോ, അതിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ഉപകരണത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം ഒരു അല്പം ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കൂടുതൽ ഡേറ്റ സൂക്ഷ്മമായൊരു വിശകലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അപ്പോഴും ഇന്നലത്തെ അപകടം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് ഇനിയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ബ്ലാക്ക് ബോക്സ് ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ആ ഡേറ്റകൾ സമഗ്രമായി അപഗ്രഥിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഈ ബ്ലാക്ക് ബോക്സ് ലഭിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. നിലവിലിപ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ബോക്സ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു ബ്ലാക്ക് ബോക്സിനായി ഈ കോക്പിറ്റിലെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനമായ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായുള്ള തെരച്ചിൽ പരിശോധന ഇപ്പോഴും അഹമ്മദാബാദിൽ തുടരുകയാണ്.